നവകേരള യാത്ര നടത്തിയപ്പോൾ പോലീസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും ഏത് തരത്തിലാണ് നമ്മളെല്ലാവരെയും അടിച്ചൊതുക്കിയെന്ന്, നമ്മളെ തലയടിച്ച് ചെടിച്ചട്ടി ഉപയോഗിച്ച് തലയടിച്ച് പൊട്ടിക്കുന്നു. കായംകുളത്ത് കയ്യും കാലും ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമുണ്ട് ഞങ്ങളുടെ, അദ്ദേഹത്തിന് വികലാംഗനാണ്, കയ്യും കാലും ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഒരു കഷ്ണം തുണി അദ്ദേഹത്തിനെ കാണിച്ചു എന്നുള്ളതുകൊണ്ട് ആ വികലാംഗനായ ചെറുപ്പക്കാരനെ തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നമ്മൾ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏതൊരാളായാലും എന്തും സഹിക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നത്. അത്രയ്ക്കൊരു ഭീകരാവസ്ഥയാണ്. അതായത് കാലം ഇതുവരേക്കും കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ദുർഘടമായ റിയാക്ഷൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നും. ഒരു തർക്കവും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു ഓർഡർ ഇറക്കിയിരുന്നു. ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഓർഡർ ഇറക്കുന്നു, യുവാക്കളെ അതേപോലെ ചെറുപ്പക്കാർ അവരെ പ്രതിഷേധിക്കുകയാണെങ്കിൽ പോലീസ് ഒരിക്കലും അവരെ തലയിൽ അടിക്കരുതെന്ന് പറഞ്ഞൊരു ഓർഡർ അന്ന് UDFൻ്റെ സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ LDFൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ, പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സമരം നയിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് അടികൊള്ളുന്നത് ഞങ്ങളുടെ തലയിലായിരിക്കും.